ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഉണ്ടെങ്കിലമ്മ കാര്യമായിട്ട് എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. അതാ അന്തി മയങ്ങിയ നേരത്ത് ഈ വരവ്. ഈ ഏടാകൂടം പെണ്ണുമ്പിള്ള എന്നെ നോക്കണ്ടല്ല. ഇവർക്ക് എന്തോ സംശയമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു മോനെ? എനിക്കറിയില്ലമ്മേ. ഈ കൈപ്പടം നിന്റേതല്ലോ. അത് മോളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഈ കത്ത് വായിച്ച് മാഡം റിയാക്ട് ചെയ്തത് കണ്ട് ഞാൻ ആകെ അപ്സെറ്റ് ആയി അമ്മേ. ഒന്നും പറയാൻ മാഡം സമ്മതിച്ചില്ല. ഇതാണ് ഞാൻ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും പ്രയോഗിച്ച കൊച്ചമ്മിണി പാര. എടാ, ഇതാരോ കരുതി കൂട്ടി ചെയ്ത ചതിയാണല്ലോടാ. ചതിക്കാൻ ഈ വീട്ടിൽ ആരിയ്ക്കുന്നമ്മേ? അളിയൻ ഇപ്പൊ ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അളിയൻ ഇപ്പോ എന്നോട് നല്ല ടെൻസിലാ. പിന്നെ ഇവിടെ ഉള്ളത് ആ കൊച്ചമണിക്കളവിയ. അവർക്ക് ഇങ്ങനെയുള്ള ചതികളൊക്കെ ചെയ്യാൻ അറിയുമേ? അവര് വല്ല തറവേലകളൊക്കെ ചെയ്യുന്നല്ലാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ആ, വൃത്തികെട്ട് തള്ള. നീ ഒരു കാര്യം ചെയ്തേ, ആ റിയാന്ന് പേരുള്ള നമ്പറിലേക്കൊന്ന് വിളിച്ചേ. ദൈവമേ, ഇപ്പൊ ബെല്ല് വരും, എന്നെ പിടികൂടും. അമ്മയും മോനും കൂടെ എന്നെ ചവിട്ടി താഴ്ത്തും. എന്റെ ദൈവമേ, ദൈവമേ, എനിക്ക് വയ്യ. ഓഫാവുന്നില്ലല്ലോ ഇത്. എന്താടാ? സ്വിച്ച് ഓഫ് ആണമ്മേ. പ്രതാപനെ, ഈ ഇടയായിട്ട് നല്ല ക്ഷീണമുണ്ട്. ഒരു ഡോക്ടറെ കാണണം. ഈ റെസ്റ്റ് ഇല്ലാത്ത ജോലിയല്ലേ, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ചേച്ചി. ആ, ഒരു ഫുൾ ചെക്കപ്പ് നടത്തുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദേ നമ്മുടെ തൊട്ടടുത്തൊരു ഫിസിഷ്യൻ വന്നിട്ടുണ്ട്. ഒരു ലേഡി ഡോക്ടറാ, ഡോക്ടർ സുമറാണി. അവരുടെ അടുത്ത് പോയാ മതി. എന്താ അവരുടെ അടുത്ത് തന്നെ പോകണമെന്ന് നിന്റെ അഡ്വൈസ്? നീയും ആ ഡോക്ടറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏയ് എടാ, ഏട്ടൻ ചോദിച്ചത് കാര്യമായിട്ടാടാ. ഉണ്ടെങ്കിൽ പറയേ. അവള് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. കളിയാക്കാതെ ശേഖര, അവനെ വിട്. എന്തായാലും ആ ദിവ്യനെയും കുഞ്ഞിനെയും കൊണ്ട് അവൻ കളഞ്ഞു. അതിന്റെ ഇപ്പൊ കേസാവും. അവരെ ഇവിടെ കൊണ്ടുപോയടാ താഴ്ത്തിയത്. മോളൊന്നല്ലോ, വേണോട്ടിനുണ്ടല്ലോ. വർമ്മ സാറേ, ശേഖരൻ സാറേ, നമസ്കാരം. നമസ്കാരം. ആ, പെണ്ണോട്ട് ഇരിക്കേ. ഇരിക്കേ. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി വല്ല ആവശ്യത്തിന് വന്നാണോ അതോ ഇങ്ങോട്ടേക്കായി വന്നാണോ? മോളെ, ശരിമേ. ആ മോൾക്ക് പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. രാജു പുറത്തുപോയി, ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാ. എനിക്ക് പെട്ടെന്ന് ചെറിയമ്മയെ കാണണമെന്ന് തോന്നി. അതാ ഞാൻ അങ്കിളിനെയും കൂട്ടി വന്നത്.
അത് കൊള്ളാലോ, ഒരു ചെറിയമ്മ പ്രേമം. മോൾക്ക് ചെറിയമ്മയെ കാണണമെന്ന് തോന്നുമ്പോ കാണാനുള്ള അവകാശം ഇല്ലേ? അതുപോലെ സ്നേഹിച്ച് വളർത്തിയതല്ലേ യാമിനി. ആ സെന്റിമെന്റ്സ് എന്തായാലും കാണാതിരിക്കില്ല. മോള് വാ. പിന്നെ എന്ത് വിശേഷമുണ്ട് വേണുട്ടാ? എന്ത് വിശേഷം സാറേ, നന്നായിട്ട് പോണു. ഉണ്ടെങ്കിലമ്മ കാര്യമായിട്ട് എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. അതാ അന്തി മയങ്ങിയ നേരത്ത് ഈ വരവ്. ഈ ഏടാകൂടം പെണ്ണുമ്പിള്ള എന്നെ നോക്കണ്ടല്ലോ, ഇവർക്ക് എന്തോ സംശയമുണ്ട്. ആ, സരസ്വതി മാഡം ഇവിടെ ഇല്ലേ ശേഖരൻ സാറ്? ഇല്ല വേണോട്ടാ, അമ്മ മൂകാംബയിൽ ഭജനരിക്കാൻ പോയിരിക്കുക. ഓ, 3-4 ദിവസം കഴിയുമ്പോ വരും. ആ ആ ആ. എന്ത് ചെയ്യും മോനെ? ആ കുട്ടി ആകെ ഒരുങ്ങി തിരിച്ചാ പോയിരിക്കുന്നെ. അല്ല, അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരായാലും തെറ്റിദ്ധരിച്ചു പോകും. അമ്മ അതിന് ചെയ്തല്ലേ ചെയ്തിരിക്കുന്നേ. ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല. ആ സമയത്ത് പ്രിയ ശ്രീമോളുടെ അടുത്ത് പോയല്ലോ. അങ്ങനെയാണെങ്കിൽ അമ്മേ, നമുക്ക് പ്രിയ ചേച്ചി തിരിച്ചു വിളിച്ചാലോ? അത് വേണ്ട മോനെ. ഇപ്പൊ ശബരിമല സീസൺ ആയതുകൊണ്ട് ഹരീഷിന് തിരക്ക് കൂടുതലാ. അതാ പ്രിയ അവിടെ ചെന്ന് നിൽക്കുന്നേ. അവളെ തിരിച്ചു വിളിച്ച ശ്രീമോൾ ഒറ്റയ്ക്കാം. ഈ സമയത്ത് ശ്രീമോളുടെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? അല്ല, ആ ജയൻ അമ്പിയുടെ പി അല്ലേ? ആ സ്ത്രീ പറഞ്ഞിട്ട് ഇനി അവനെങ്ങാനും ചെയ്ത ചതിയാണോ? ഏയ്, ഇപ്പോഴത്തെ സിറ്റുവേഷനില് അളിയൻ എന്നോട് അങ്ങനെ ചെയ്യാൻ ഒരു വഴിയുമില്ല. അങ്ങനെ തീർത്തങ്ങ് വിശ്വസിക്കേണ്ട. എന്തായാലും മോൻ അവനെ ഒന്ന് വിളിച്ചു നോക്ക്. ഏയ്, എനിക്കൊരു മൂടില്ലമ്മേ. അമ്മ എന്നെ വിളിച്ചു നോക്ക്. റമ്മിനകത്ത് മായോ? കുടിച്ച ഉടനെ കൂടെ കൊണ്ട് തലക്കടിച്ച പോലെ തോന്നണ്ടേ? മൊത്തത്തെ ഒരു മങ്ങല്. ദൈവമേ, നിലാവിലും മായോ? ഇവിടെ വേണം ഇരിക്കാം. കെട്ടിറങ്ങിയിട്ട് 2 വീശാം. ആർക്കാണ് ഇത്ര അത്യാവശ്യം? യോ, അമ്മായിയും വേണല്ലോ. അമ്മയായിരുന്നെങ്കിൽ ഈ മൂഡിൽ 2 ചീത്ത വിളിക്കായിരുന്നു. ഇതിപ്പോ നല്ലവളായ എന്റെ അമ്മായിയമ്മയല്ലേ, എടുത്തേക്കാം. ഹലോ മൈ ഡിയർ ഗ്രാൻഡ് മദർ, സോറി, ഹൗ ആർ യു? നോവിനാലേ